എന്റെ ചോദ്യം വളരെ വളരെ വ്യക്തമാണ്. എന്താണ് വാളയാർ കേസ്? അതിൽ കേരള സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? കേരള സർക്കാർ അതിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിന് കൂട്ടുനിന്നോ അതോ രക്ഷിക്കുന്നതിന് കൂട്ടുനിന്നോ? എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം രണ്ടുപേരെ പിടിച്ചുകൊണ്ടുപോയി? അവരെ പിടിച്ചുകൊണ്ടുപോകാൻ ആൾ വിട്ടു, അവരെ ശിക്ഷിച്ചു. ഇനി CBIയുടെ കുറ്റപത്രം കൊടുക്കുമ്പോൾ തന്നെ CPM-ന് വലിയ വിശ്വാസം വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പെരിയ കേസിൽ, പെരിയ ശരത്ലാലും കൃപേഷിന്റെ കേസിൽ CBI കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രം വിചാരണ ചെയ്തു. പ്രതിക്കും വാദിക്കും പറയാനുള്ളത് മുഴുവൻ കേട്ടു. എല്ലാം കേട്ടതിന് ശേഷം ഇവരുടെ നേതാക്കളെ ശിക്ഷിച്ചു. വിധി വന്നിട്ട് പോലും ആ കുറ്റപത്രം ശരിയല്ല, ഗൂഢാലോചനയാണ് എന്ന് പറയുന്ന ആളുകളാണ്. കുറ്റപത്രം വരുമ്പോൾ ഉടനെ തന്നെ അതങ്ങ് വിശ്വസിച്ച് കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ. എന്ത് കണ്ടു? കുറ്റപത്രം തള്ളിപ്പോയവർ എന്ത് പറയും? കുറ്റപത്രം തള്ളിപ്പോയാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നാണം കെട്ട സൈബർ അമ്മയെയും എന്നെയും അടക്കം നാണം കെട്ട സൈബർ ആക്രമണം നടത്തിയ ആളുകൾ ഒരു പ്രാവശ്യം മാപ്പ് പറയും. CBIയുടെ കുറ്റപത്രം വിശ്വസിച്ച് CPM-കാർ അങ്ങ് ആഘോഷിക്കുക. നമ്മുടെ സുഹൃത്ത് MP രാജേഷ്, അദ്ദേഹത്തിന് എന്താണ് ഇതിൽ പ്രശ്നമുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായി MP രാജേഷിനെതിരെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞില്ല, ഇനിയും പറയില്ല. MP രാജേഷിനെതിരെ ഞാൻ ഗൂഢാലോചന നടത്തി. എന്ത് ഗൂഢാലോചന നടത്തി? ഒരു കഥാപാത്രം ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്, ബാലമുരളി. എനിക്ക് ഈ കഥാപാത്രത്തിനെ അറിയാം. ഈ കഥാപാത്രം പൂർണ്ണമായും 2020 അവസാനം വരെ ഞങ്ങളുടെ കൂടെ സമരത്തിൽ നിന്ന ആളാണ് ബാലമുരളി. പക്ഷെ അദ്ദേഹം ഒന്ന് RMP-കാരനാണ്. അതാണ് വ്യത്യാസം. അദ്ദേഹം CPM വിരുദ്ധനാണ്. CPM വിരുദ്ധനായി ഒറ്റയ്ക്ക് നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച ആളാണ് ബാലമുരളി. എന്നിട്ട് അദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റു. ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന കാലത്തോളം, ഇത് തെരഞ്ഞെടുപ്പിന് വരുന്ന വരെ ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ സമരത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. AK ബാലന്റെ വീട്ടിലേക്ക് അമ്മ മാർച്ച് നടത്തിയപ്പോൾ അതിന്റെ മുഴുവൻ നായകത്വം വഹിച്ചത് ഈ ബാലമുരളിയാണ്. ബാലമുരളി അല്ല എന്ന് പറയട്ടെ. ബാലമുരളി പിന്നെ കണ്ടിട്ടില്ല. ബാലമുരളിയെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ബാലമുരളി ഇല്ല. നിങ്ങൾ പാലക്കാട്ടെ പത്രക്കാരോട് ചോദിച്ചു നോക്കൂ, ഇവിടെ ബാലമുരളി ഉണ്ടായിരുന്നേന്ന്. പിന്നെ ബാലമുരളി കാണുന്ന ഒരു ചാക്കിനകത്താണ്, CPM-ന്റെ ചാക്കിനകത്ത്. അത് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം പക്ക CPM-കാരനാണ്. അദ്ദേഹം പച്ച നുണ പറയുകയാണ്. ധർമ്മടത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഞാനല്ല. അതിൽ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ സിമ്പിൾ. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ ഭാഗ്യവതി മത്സരിച്ച് ജയിക്കും, പിണറായി വിജയൻ തോൽക്കും എന്ന് പറയാനുള്ള രാഷ്ട്രീയ വിവരക്കേടൊന്നും എനിക്കില്ല, ബാലമുരളിക്ക് ഉണ്ടാവും, എനിക്കില്ല. ഒന്നാമത്തെ കാര്യം. കാരണം നമുക്കറിയാം ധർമ്മടം മണ്ഡലം എന്താണ്. ഇനി ഭാഗ്യവതി മത്സരിച്ചാൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തോൽക്കാനുള്ള സാധ്യത കുറേയായില്ല. കാരണം പിണറായി വിജയനെതിരായി വോട്ട് വിഭജിച്ചു പോകും. സ്വാഭാവികമായും പിണറായി വിജയന്റെ ഭൂരിപക്ഷം കൂടും. ഭാഗ്യവതി കിട്ടിയ വോട്ടും കൂടി ഒരുപക്ഷെ പിണറായി വിജയനെതിരായി പോൾ ചെയ്യേണ്ട വോട്ടായിരുന്നു. ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്തുണ വാങ്ങിയിട്ടില്ല. ഒരു കക്ഷിയുടെയും പിന്തുണ വേണ്ട നമ്മൾ പരസ്യമായി പ്രഖ്യാപിച്ചു. നമുക്ക് വേണ്ട, ഒരാളെയും വേണ്ട. കണ്ടു അവിടെ ബാലമുരളി പറഞ്ഞിട്ടാത്തൊന്നും ഞാൻ തെറ്റിദ്ധരിച്ചു, ധർമ്മടത്ത് ഭാഗ്യവതി ജയിച്ചു വരും വിചാരിച്ചു. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് അത്ര വിവരമില്ലാതെ ബാലമുരളി വിചാരിക്കരുത്. ബാലമുരളിയുടെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറം മാറുന്ന ചില ജീവികളുണ്ടല്ലോ, ആ ജീവികളുടെ പോലെയുള്ള പണിയല്ല എനിക്കുള്ളത്. ഞാൻ തുടക്കം മുതൽ ഇന്നും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഈ 2 പെൺകുട്ടികളെ ക്രൂരമായി കൊല ചെയ്ത് കെട്ടിത്തൂക്കിയ, അങ്ങനെ തന്നെ പറയും, ആളുകളെ, അവരെ പീഡിപ്പിച്ച ആളുകളെ ശിക്ഷിക്കാനുള്ള ശേഷി ഇപ്പോൾ സംസ്ഥാന പോലീസിനുണ്ടായില്ല. അവരെ രക്ഷിച്ചു. ഇപ്പോൾ CBI അവരെ രക്ഷിക്കുന്നു. എന്റെ പ്രശ്നം അതാണ്. ഇനി MP രാജേഷിന്റെ വിഷയം വന്നാൽ, MP രാജേഷിനോട് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല MP രാജേഷിനെ എവിടെയെങ്കിലും കാണിക്കാമെങ്കിൽ, ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലോ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഏതിലെങ്കിലും MP രാജേഷിന് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രാജേഷിനെ ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. രാജേഷ് തന്നെ എന്നെ പല സെമിനാറിന് വിളിച്ചുകൊണ്ടിട്ട് അദ്ദേഹം DYFI നേതാവായിരിക്കും. അന്ന് ഞാൻ CPM-ന്റെ അനുഭാവിയാണ്. പിന്നെ വിളിച്ചില്ല, അതിന് തെറ്റൊന്നുമില്ല. ഞാൻ CPM-നെതിരാണ്, പിണറായി വിജയനെതിരാണ് എന്നല്ല, CPM-ന്റെ നയങ്ങൾക്കെതിരാണ്. ഇതിൽ പിണറായി വിജയൻ എന്ന വ്യക്തി എന്നൊരു വിഷയമില്ല. നാളെ പിണറായി വിജയൻ മാറി രാജേഷ് മുഖ്യമന്ത്രി ആയാലും വേറൊരാൾ മുഖ്യമന്ത്രി ആയാലും ഈ നയം തുടർന്നാൽ ഇതിനെ എതിർക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ഇതേപോലെ നമ്മൾ എതിർത്തിട്ടുണ്ട്. CPM-ന്റെ കൂടെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ. അത് സ്വാഭാവികമാണ്. അന്ന് CPM പ്രതിപക്ഷത്താണ്. ഗെയിൽ പൈപ്പ് ലൈനെതിരെ രാജീവിന്റെ കൂടെ ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽ എന്നും നമ്മുടെ കയ്യിലുണ്ട്. ഈ ബോംബ് ഇവിടെ വേണ്ടാന്ന്. പിന്നെ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ പറഞ്ഞു, എന്നാ ഗെയിൽ പൈപ്പ് ലൈന് ബോംബല്ല. ആയിക്കോട്ടെ, രാജീവ് നിലപാട് പറ്റി, ഞാൻ നിലപാട് മാറ്റിയിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. പ്രശ്നം ഈ വിഷയത്തിൽ, വാളയാർ വിഷയത്തിൽ ഞാൻ ഗൂഢാലോചന നടത്തി എന്നാണ് ഒരു കണ്ടെത്തൽ, ബാലമുരളിയുടെ കണ്ടെത്തൽ. ബാലമുരളി ആരാണ് എന്നത് വളരെ വ്യക്തമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനൊരു ചരിത്രമോ. ബാലമുരളി CPM-കാരനായിരുന്നു. CPM-ആയിട്ട് വലിയ ശക്തമായിട്ട് തെറ്റി RMP MR മുരളിയുടെയൊക്കെ കൂടെ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബാലമുരളി
RMPയിൽ അല്ലെങ്കിൽ CPM വിരുദ്ധരായി നിൽക്കുമ്പോഴാണ് 2019-20കളിൽ ഞങ്ങൾ അവിടെ സമരത്തിൽ വരുന്നത്. ആ സമരത്തിൽ 2020 ഒക്ടോബറിലാണ് ആ സമരം നടക്കുന്നത്. ആ സമരം അവിടെ വിധി ദിനം മുതൽ ചതിദിനം വരെ എന്ന അട്ടപ്പുള്ള സമരം നടക്കുന്നു. അതിനുശേഷം AK ബാലൻ ഈ കുട്ടികളുടെ അച്ഛനെ അപമാനിക്കുന്നു. ഏതച്ഛൻ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതിനെതിരെ ശക്തമായി അട്ടപ്പള്ളത്ത് നിന്ന് AK ബാലനെ കാണാൻ എന്ന രൂപത്തിൽ AK ബാലന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് എന്നുള്ള ഒരു മാർച്ച് നടന്നു. അന്നും AK ബാലൻ മന്ത്രിയാണ്. ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടാണ് അമ്മ AK ബാലനെ കാണാൻ വരുന്നു. വലിയ കാൽനട ജാഥയാണ്. ആ ജാഥയുടെ മുഴുവൻ സംഘാടനം നടത്തിയത് ഈ ബാലമുരളി. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്നത്, വഴി ഏർപ്പാട് ചെയ്യുന്നത്, വണ്ടി ഏർപ്പാട് ചെയ്യുന്നത്, ആ ജാഥയുടെ മുമ്പിൽ പോയത് ഒക്കെ ബാലമുരളിയാണ്. മാത്രമല്ല ബാലമുരളി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. LDF അല്ല, UDF അല്ല, BJP അല്ല. എന്ത് സംഭവിച്ചു? അയാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രചരണത്തിന് പോവുകയും ചെയ്തു. കാരണം ബാലമുരളി ഞങ്ങളുടെ സമരസഖാവാണ്. ബാലമുരളിക്ക് വേണ്ടി ഞാൻ പ്രചരണത്തിന് പോയതാണ്. ഈ ബാലമുരളി നിഷേധിക്കട്ടെ, ബാലമുരളിക്ക് വേണ്ടി പോയില്ല എന്ന്. ഇന്നിപ്പോ ഇവര് പറയുന്നത് CR നീലകണ്ഠനെ, അതൊന്നുമല്ല കഥ. അപ്പൊ ബാലമുരളി പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് തോൽക്കുകയും ബാലമുരളി പാർട്ടി മാറുകയും ചെയ്തു. പാർട്ടി മാറിയപ്പോൾ ബാലമുരളിക്ക് ഒരു വെളിപാടുണ്ടാവും. വെളിപാടുണ്ടാവുന്നതല്ല, വെളിപാടുണ്ടാക്കുന്നതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞത് അവർക്ക് ഇന്ന് ബാധകമല്ല. ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ഇന്നലെ പറഞ്ഞത് ഇന്ന് ബാധകമല്ല, കാലം വരുമ്പോൾ മാറും. അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് അവർ പറയുന്നത്. പോട്ടെ. ഇപ്പൊ ബാലമുരളി പറയുന്ന വാദങ്ങൾ നമുക്കൊന്നും എടുക്കാം. ഒന്ന്, ഞാൻ UDF-മായി ഗൂഢാലോചന നടത്തി. UDF-മായി ഗൂഢാലോചന നടത്തിയെങ്കിൽ വാളയാർ ഭാഗ്യവതിയെ നമ്മൾ ധർമ്മടത്ത് മത്സരിപ്പിക്കുകയില്ല. കാരണം എന്താ? UDF-ന് നഷ്ടമാണ് ഞങ്ങളോട് മത്സരിപ്പിച്ചാൽ, സാങ്കേതികമായി തന്നെ. കാരണം എന്താ? ഭാഗ്യവതി കിട്ടുന്ന വോട്ട് പിണറായി വിജയന് എതിരായിട്ടുള്ള വോട്ടാണ്. UDF-ന് ആ വോട്ട് കുറയുകയാണെങ്കിൽ അപ്പൊ സ്വാഭാവികമായ തെറ്റാണ്. ഭാഗ്യവതി മത്സരിച്ചതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഭാഗ്യവതി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഭാഗ്യവതി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതിന് ഞങ്ങൾ കൂടെ നിൽക്കുന്നു. മലമ്പുഴ മത്സരിക്കണമെന്ന് അദ്ദേഹം പറയും. മലമ്പുഴ മത്സരിച്ചാലും LDF-ന് എതിരായിട്ടല്ലേ. അപ്പൊ ഭാഗ്യവതി മലമ്പുഴ മത്സരിക്കുന്നതും വാളയാർ മത്സരിക്കുന്നതും അദ്ദേഹം തന്നെ പറയാണ് മലമ്പുഴ മത്സരിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പൊ മത്സരിക്കണമെന്ന് തീരുമാനിച്ചൊന്നും ബാലമുരളി സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ബാലമുരളി അപ്പൊ ആരുടെ കൂടെയായിരുന്നു? അന്ന് വാളയാർ അമ്മയ്ക്ക് സദാചാര പ്രശ്നങ്ങളൊന്നുമില്ലേ? അന്ന് വാളയാർ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലേ? ഈ ജാഥ നയിക്കുമ്പോൾ ബാലമുരളി അവിടുത്തുകാരനല്ലേ? ഈ അമ്മയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ ബാലമുരളി 2020 ഞങ്ങളുടെ കൂടെ വരുമോ? ഈ സമരത്തിൽ കൂടെ വരുമോ? എന്നിട്ട് ഇനി ഗൂഢാലോചന എനിക്ക് വരാം. എന്തിനാണ് ഗൂഢാലോചന നടത്തുന്നത്? MP രാജേഷിനെതിരെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ന് വരെ MP രാജേഷിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ ഒരു വക്കീല് ഒരു ചാനലിൽ പറഞ്ഞു, ഞാൻ കേട്ടതാണ്, രാജേഷ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. അതും ശരിയാണ്, നടക്കട്ടെ, കേസ് നടന്നോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രതി ആരാണെന്ന് അറിയില്ല. പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസിയായ CBI നമ്മൾ ഏൽപ്പിക്കുന്നത്. അല്ലേ? CBI കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ആർക്കും പറ്റില്ലല്ലോ. അപ്പൊ CBI ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാ? രാജേഷിന്റെ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടത് കൊണ്ട്. അത് പറയണം ആദ്യം. എന്റെ സർക്കാർ പരാജയപ്പെട്ടു പ്രതികളെ പിടിക്കുന്നതിൽ. അവിടെയാണ്. അതിൽ ഗൂഢാലോചന നടത്തി. രാജേഷ് നടത്തി ഞാൻ പറഞ്ഞിട്ടില്ല, ആരോ ഗൂഢാലോചന നടത്തി. സംശയമില്ല. കാരണം അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കില്ല. ഒരു പ്രതിയെ പോലും ശിക്ഷിച്ചില്ലല്ലോ കേരള സർക്കാരിന്റെ പോലീസ്. അപ്പോ രണ്ടാമത്തെ കാര്യം, ഇനി ഏത് ധർമ്മടത്ത് മത്സരിപ്പിച്ചത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. അത് ഭാഗ്യവതിയോട് ചോദിച്ചാൽ അറിയാം ഗൂഢാലോചനയാണ്. അദ്ദേഹം മത്സരിക്കുക, ഞങ്ങൾ ഒരാളുടെ പിന്തുണ വാങ്ങിയിട്ടല്ല ധർമ്മടത്ത് മത്സരിച്ചത്. ഇനി VT ബൽറാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയത്, അതും ഭാഗ്യവതി കൃത്യമായൊരു കാര്യം പറഞ്ഞു. ഇപ്പോഴും ചോദിക്കുന്നു, ഈ 2 പെൺകുട്ടികൾ മരിച്ചിട്ട്, ഭാഗ്യവതി എന്നോട് ചോദിച്ചതാണ്, പൊതു ചോദിച്ചതാണ്, 2 ദളിത് പെൺകുട്ടികൾ ഒരു സ്ഥലത്ത് മരിച്ചിട്ട് MP എന്ന നിലയിൽ രാജേഷ് തന്റെ മണ്ഡലത്തിലാണ്, MP ആണ് അദ്ദേഹം, ഒരു പ്രാവശ്യം ആ വീട്ടിൽ പോയോ? സാധാരണ ഇതിക്ക് വെറുതെ മരിച്ചാൽ പോലും MP MLA-മാർ വീട്ടിൽ ചെല്ലും. ഇത് ഒരു പെൺകുട്ടി മരിച്ചു, വളരെ അസ്വാഭാവികമായി അതേ വീട്ടിൽ തന്നെ രണ്ടാമത്തെ പെൺകുട്ടി മരിച്ചു. ഇപ്പോ രാജേഷിന്റെ അളിയൻ അല്ലെങ്കിൽ ബ്രദറിൽ എന്ന് പറയുന്ന നിതിൻ ഗഡ്കരി അവിടെ ചെന്നു എന്ന് ഈ അമ്മ സമ്മതിക്കുന്നുണ്ട്. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ നിതിൻ ഗഡ്കരി ഇവിടെ വന്നു, അമ്മ സമ്മതിക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ ചെന്നിട്ടുണ്ട്, AK ബാലൻ ചെന്നിട്ടുണ്ട്, CPM-ന്റെ തന്നെ. രാജേഷ് ചെന്നില്ല എന്ന് അമ്മ ഉറപ്പിച്ചു പറയുന്നു. എന്തുകൊണ്ട് ചെന്നില്ല? ഈ ചോദ്യമാണ് അമ്മ ചോദിച്ചത്. അതുകൊണ്ടാണ് രാജേഷ് മത്സരിക്കുന്ന തൃത്താലയിൽ പോയി പ്രസംഗിച്ചത്. അതായത് രഹസ്യമൊന്നുമല്ല അത്, അതിലൊരു ഗൂഢാലോചനയില്ല. അമ്മ പ്രസംഗിക്കാൻ തീരുമാനിച്ചാൽ, അമ്മ പോകാൻ തീരുമാനിച്ചാൽ അമ്മയുടെ കൂടെ നിൽക്കും ഞങ്ങൾ. ഇനിയും നിൽക്കും. കാരണം എന്താ? അത് അമ്മ കുറ്റമുണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാനല്ല, ആ കുട്ടികൾക്ക് നീതിക്ക് വേണ്ടി വാദിക്കാൻ ഏറ്റവും അർഹമായ വ്യക്തി ആ അമ്മയാണെന്നുള്ളത്. അമ്മയാണ്.
അമ്മ എന്ത് തെറ്റ് പിടിച്ചു ചോട്ടെ, എന്തായാലും അമ്മയല്ലല്ലോ മാനഭംഗപ്പെടുത്തിയത്, അമ്മയല്ലല്ലോ കുട്ടികളെ കൊന്നത്, ബാക്കിയൊക്കെ പോട്ടെ. അപ്പൊ ആ കൊന്നതും ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങൾ എന്താ മറച്ചു പിടിക്കണേ? അതാരാണ്? അതല്ലേ പറയണ്ടേ പോലീസായാലും CBI. അപ്പൊ രാജേഷിനെതിരെ ഗൂഢാലോചന നടത്തേണ്ട ഒരു കാര്യം എനിക്കില്ല. ഇന്നും ഞാൻ ആവർത്തിക്കും, രാജേഷിനെതിരെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ അമ്മ പറഞ്ഞ വാചകം ഞാൻ കോട്ട് ചെയ്തതാണ്, കോട്ട് അൺകോട്ട്. എനിക്കറിയില്ല, കാരണം 2019 ഞാൻ അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് 2017 അവിടെ ആരൊക്കെ വന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. രാജേഷ് വന്നില്ല എന്ന് അമ്മ പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം വന്നു എന്നുള്ളതിനൊരു തെളിവില്ല, വന്നതിനൊരു തെളിവില്ല. ഇത് VT ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ, രാജേഷ് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഇയാൾ പോയോ? എനിക്കറിയില്ല. പോയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ട്? MLA ചെന്നു, 90 വയസ്സ് കഴിഞ്ഞ അച്യുതാനന്ദൻ, 95 വയസ്സായ അച്യുതാനന്ദൻ ചെന്നേ, മലമ്പുഴ MLA. VK ബാലൻ ചെന്നേ, മന്ത്രി. അപ്പൊ എന്തുകൊണ്ട് രാജേഷിന് MP പോകാതിരുന്നു? സമയമില്ലാതിരുന്നു? കാണാതിരുന്നു? ഈ സംശയം അമ്മയ്ക്കുണ്ട്. ഈ പ്രതികളെ രക്ഷിക്കാൻ രാജേഷ് സഹായിച്ചു എന്ന സംശയം അമ്മയ്ക്കുണ്ട്. ആ സംശയമാണ് തൃത്താലയിൽ VT ബൽറാമിന് വേണ്ടി, അല്ലെങ്കിൽ VT ബൽറാമിന് വേണ്ടിയല്ല, രാജേഷിന് വോട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ സംഭവം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തൃത്താലയിലെത്തുന്നത്. അമ്മ രാജേഷിനെതിരെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് ശരിയാണ്. ഇത് UDFന്റെ ഗൂഢാലോചനയോ LDFന്റെ ഗൂഢാലോചനയോ ഒന്നുമല്ല. കാരണം ആ അമ്മ ഇന്നും അന്നും എടുത്ത കൃത്യമായ നിലപാടാണ്. ഇതിൽ അമ്മയുടെ ചാരിത്രമോ സദാചാരമോ ഒന്നും ഇതിലൊരു വിഷയമല്ല. 2 കുട്ടികൾ നഷ്ടപ്പെട്ട ഒരമ്മ, ഇനി അമ്മ സദാചാരപരമായി ഏറ്റവും മോശമാണെന്ന് തന്നെ ഇരിക്കട്ടെ, തൻ്റെ കുട്ടികളുടെ നീതിക്ക് വേണ്ടി പോരാടാൻ ഒരമ്മയ്ക്ക് അവകാശമില്ലേ? ആ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. രാജേഷ് ഇത് വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാജേഷിനെതിരെ പറഞ്ഞവരുണ്ടാവാം, ഇല്ല ഞാൻ പറയുന്നില്ല, രാജേഷിന് ഇതിൽ ബന്ധമുണ്ട്. പക്ഷെ എൻ്റെ പേര് അതിൽ വലിച്ചെടുക്കരുത്. ഒരു ഗൂഢാലോചന നടത്തേണ്ട VD സതീശനായിട്ടോ VT ബൽറാമായിട്ടോ ഒന്നും ഒരു ഗൂഢാലോചന നടത്തേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞങ്ങൾ സമരസമിതി അമ്മ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നു, അന്നും നിന്നും. അതിന് കാരണം എന്താ? ഞങ്ങൾ നീതിക്കൊപ്പാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ കൊലപാതകം നടത്തിയത് അമ്മയാണ് എന്ന് വന്നാൽ അമ്മയെ ശിക്ഷിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. കാരണം അമ്മ മത്സരിക്കുന്നത് ഒന്നു വേറെ. ഈ അമ്മയാണ് നുണപരിശോധനയ്ക്ക് തയ്യാറായി പോയ അമ്മ എന്ന് ആലോചിക്കണം. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് റിട്ടേൺ ആയിട്ട് അമ്മയച്ഛനും എഴുതി കൊടുത്തു. എന്തേ നുണപരിശോധന നടത്താൻ? നുണപരിശോധന നടത്തിയെങ്കിൽ കൃത്യമായി കിട്ടുമായിരുന്നല്ലോ അമ്മയ്ക്ക്. അങ്ങനെ അമ്മ എന്തെങ്കിലും തെറ്റിയെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്തില്ല. പിന്നെ കുറ്റപത്രം കൊടുത്തു എന്ന് പറഞ്ഞത്, ആ കുറ്റപത്രം സ്വീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പില്ല. അപ്പൊ എനിക്ക് MP രാജേഷിനോട് പറയാനുള്ളത്, CBI കൊടുത്തൊരു കുറ്റപത്രത്തിന്റെ ചില വാചകങ്ങൾ എടുത്ത് ആളുകൾക്കെതിരെ പ്രയോഗിക്കരുത്. ബാലമുരളിയെ പോലെയുള്ള എപ്പോഴും നിറം മാറാവുന്ന ഒരാളെ വെച്ച് നിങ്ങൾ ഇത്തരം കളി കളിക്കരുത്. ബാലമുരളി വിശ്വസനീയനായ വ്യക്തിയല്ല ഈ കാര്യത്തിൽ. കാരണം AK ബാലനെതിരെ ജാഥ നയിച്ച ആളാണ് ബാലമുരളി. ബാലമുരളി എന്ന് പറയുന്നു മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ട ഒരു വിഭാഗം, ഒരാൾ ആവശ്യപ്പെട്ട എനിക്കറിയില്ല, ഭാഗ്യവതിയാണ് തീരുമാനിക്കേണ്ടത് ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന്. അപ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ബാലമുരളി ആവശ്യപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താ? ബാലമുരളി ആരുടെ കൂടെയാ? ബാലമുരളി ആരുടെ കൂടെയായിരുന്നു? അമ്മയുടെ കൂടെ വന്ന ആളാണ് അല്ലേ? അല്ലെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് പറയും. അതാണ് ഞങ്ങൾ തമ്മിൽ തെറ്റാനുള്ള കാരണം. എനിക്കറിയില്ല അങ്ങനെ ഒരു കാരണം അവിടെ ഉണ്ടോ. തീർച്ചയായും ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ഭാഗ്യവതിയുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ എനിക്കോ ബാലമുരളിക്കോ ഒരാൾക്കോ അവകാശമില്ല. അതൊരു സാധ്യതയാണ്. ഇനി അമ്മ സദാചാര പ്രശ്നമുള്ള ആളാണെങ്കിൽ ഇന്ന് മത്സരിച്ചുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുകേഷ് MLA ഇരിക്കാൻ പാടില്ലല്ലോ. മുകേഷിനെതിരെ ഈ സംസ്ഥാന സർക്കാരിന്റെ കുറ്റപത്രം നിൽക്കുകയല്ലേ, കോടതിയിൽ ഇരിക്കുകയല്ലേ? എന്തേ ഇത്രയും വലിയ സ്വന്തം ഭാര്യ അടക്കമുള്ള ആളുകളെ പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്. മന്ത്രി വീണ ജോർജ് ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂ മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള കേസിന്, അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഇന്റർവ്യൂ മാത്രമല്ല, മുൻ വൈഫിന്റെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സദാചാരവുമായിട്ടാണ് CPM ഇറങ്ങുന്നതെങ്കിൽ CPM വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ CBI കുറ്റപത്രത്തെ വല്ലാതെ വിശ്വസിക്കുന്ന ഒരു MP രാജേഷിനെ ഞാൻ ആദ്യമായിട്ട് കാണും. അങ്ങനെ വിശ്വസിക്കരുത്. ആ കുറ്റപത്രം തള്ളിപ്പോയാൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല പേരിയ കേസ് പോലെയുള്ള കേസുകളിൽ, ലാവ്ലിൻ കേസ് അടക്കം CBI കൊടുത്ത കുറ്റപത്രം തെറ്റാണ് എന്ന് വാദിക്കുന്നവരാണ് CPM കാർ. അവിടെയാണ് CPM അതിന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത്. എന്തിനു വേണ്ടി?
2 പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയവരെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോ ഇപ്പൊ ബാലമുരളി പറയുന്നു പ്രതികളെ രക്ഷിക്കാനാണ്. ഞങ്ങളെന്താ പ്രതികളെ രക്ഷിച്ചത്? CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതികളെ രക്ഷിക്കാനാണോ? അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയി കോടതി മേൽനോട്ടം വേണമെന്ന് പറഞ്ഞ് വലിയ രക്ഷിക്കാനാണോ? നുണപരിശോധന നടത്തിക്കോട്ടെ എന്ന് അമ്മ പറഞ്ഞത് പ്രതികളെ രക്ഷിക്കാനാണോ? പല പ്രാവശ്യം CBIക്ക് നമ്മൾ കൊലപാതകമാണ് എന്നതിന്റെ സൂചനകൾ കൊടുത്തു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ, സെലോഫിൻ ടെസ്റ്റിലെ സൂചനകൾ, കുട്ടിയുടെ ഉയരം, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു. 2ാമത്തെ കുട്ടിയുടെ ഉയരം ഒരു കാരണവശാലും ആത്മഹത്യക്ക് കഴിയുന്നതല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് CBI ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ CBIയെ കുറിച്ചുള്ള ധാരണ വേണം. പ്രതിയെ കാണിച്ചു തന്നാൽ ഞങ്ങൾ പിടിക്കാൻ, കൊലപാതകയെ കാണിച്ചു തന്നാൽ കൊലപാതകം എന്ന് എഴുതാം. കൊലപാതകയെ കാണിച്ചു തന്നിട്ടാണോ ഏതെങ്കിലും കേസിൽ കൊലപാതകം എന്ന് എഴുതുക? കൊലപാതകം കണ്ടിട്ട് പിന്നെ കൊലപാതകം കണ്ടുപിടിക്കല്ലേ? നമ്മൾ മമ്മൂട്ടിയുടെ CBI സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. കൊലപാതകയെ പിടിക്കുന്നത് നമ്മൾ ഈ പരാതിക്കാരൻ കൊലപാതകം ഇന്നാളെന്ന് പറഞ്ഞിട്ടാണ്? അല്ലല്ലോ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം കൊലപാതകയെ പിടിക്കണമെന്നുള്ളതാണ്. രാജേഷ് ശ്രമിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ കാലത്ത് നടന്ന 2 കൊലയാണ്. ആ കൊലയിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് രാജേഷ് പറയേണ്ടത്. അത് ശിക്ഷിക്കപ്പെടാൻ തടസ്സമായി നിന്ന് ഒന്ന് തന്റെ സർക്കാരാണ് എന്ന് പറയണം. അത് പറയണം. തന്റെ സർക്കാരാണ് ആദ്യം പ്രതികളൊക്കെ വെറുതെ വിട്ടത്. ഈ പാവ അമ്മയ്ക്കും ഞങ്ങൾക്കും CBIക്ക് പോകേണ്ടി വന്നത് നിങ്ങളുടെ പോലീസ് ചെയ്യാത്തത് കൊണ്ടാണ്. എന്നിട്ട് MM വിജയമാഷ് പറഞ്ഞ മാതിരി ചോദ്യം ചോദിക്കുന്ന കുട്ടിയുടെ മെക്കിട്ട് ചോദിച്ചിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ചോദ്യം അവിടെ തന്നെ നിൽക്കും. ചോദ്യം ഒരേ ഒരു ചോദ്യം, ഈ 2 പെൺകുട്ടികളെ കൊന്നു കെട്ടി തൂക്കിയത്, പീഡിപ്പിച്ചത് ആരാണ്? കൂട്ടുന്നത് അമ്മയാണെങ്കിൽ അമ്മയായിക്കോട്ടെ, അത് പ്രശ്നമല്ല. അമ്മ പറഞ്ഞിട്ടാണ് കൊന്നെങ്കിൽ അത് പിടിച്ചോളൂ, കുഴപ്പമില്ല, അതൊക്കെ കോടതി തെളിയട്ടെ. പക്ഷേ ആണെങ്കിൽ പോലും ആ പ്രതികളെ പിടിക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് CBIക്ക് കഴിയുന്നില്ല? ആരാണ് അതിന് തടസ്സം നിൽക്കുന്നത്? ഈ അമ്മ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണമെന്ന് ആവശ്യപ്പെട്ട് എന്താ സമ്മതിക്കാത്തത്? ഞാൻ സോജന്റെ കാര്യം പറഞ്ഞു. സോജൻ IPS കൊടുക്കാൻ കത്ത് കൊടുത്തത് ഈ രാജേഷ് ഉൾപ്പെടുന്ന മന്ത്രിസഭയല്ലേ? അത് ശരിയായിരുന്നു? പറയൂ, സോജൻ അന്വേഷണം ശരിയായിരുന്നോ? വാളയാർ കേസിൽ സോജൻ പറഞ്ഞത് ശരിയായിരുന്നോ? രാജേഷ് മറുപടി പറയണം. അങ്ങനെയാണ് ഇതിൽ സംവാദം പോകുന്നത്. അല്ലാതെ എനിക്കെതിരെ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പം എനിക്കില്ല, ആ അമ്മയ്ക്കെതിരെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ മാത്രമല്ല, ഇതിനു മുമ്പും സ്ത്രീപീഡന കേസുകളിൽ ആ വീട്ടുകാർക്കെതിരെ ആക്രമണം നടത്തുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. സൂര്യനെല്ലി മുതൽ കിളിരൂർ മുതൽ കവിയൂർ മുതൽ എല്ലാ കേസിലും വീട്ടുകാരെ അറ്റാക്ക് ചെയ്തത്. ഈ CBIയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. CBI കവിയൂർ കേസിൽ നാരായണൻ നമ്പൂരി എന്ന് പറഞ്ഞ അച്ഛനെ പ്രതിയാക്കി കേസെടുത്തു. കുടുംബം ആത്മഹത്യ ചെയ്തു. അവസാനം 24 വർഷം കഴിഞ്ഞപ്പോൾ കോടതി അതെടുത്ത് തോട്ടിലിറങ്ങി. അപ്പൊ ആ കുടുംബം പോയി, ആത്മഹത്യ കഴിഞ്ഞു. CBIയുടെ കണ്ടെത്തൽ മോശമായി പോയി, പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോയി, ആ കുടുംബമില്ലാതെ. അങ്ങനെ ആവരുത്. ഈ ബാലമുരളിയുടെ കാര്യം ഒരു കാര്യം കൂടി പറയണം. മലബാർ സിമെന്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ശശീന്ദ്രനും എന്ന് പറയുന്ന കമ്പനി സെക്രട്ടറിയും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. അത് ആത്മഹത്യയാണ് എന്ന് ഇത് കഥ ഇത് തന്നെ ആത്മഹത്യയാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. കേസ് വെറുതെ വിടുന്നു, ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെടുന്നില്ല. കേസ് സ്വാഭാവികമായി CBIക്ക് പോകുന്നു. ആക്ഷൻ കൗൺസിൽ ഉണ്ടാകുന്നു. ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ ആരായിരുന്നു അറിയാം? ബാലമുരളി ചെയർമാനായ കമ്മിറ്റി അവസാനം ബാലമുരളി പാർട്ടി മാറിയോടുകൂടി ആ കമ്മിറ്റി പോയി. അതുവരെ അവിടെയുള്ള ആരാണ് ചെയ്തിരുന്നത്? അവിടുത്തെ ഒരു കോൺട്രാക്ടർക്ക് ഇതിന് ബന്ധമുണ്ട്, പാർട്ടിക്ക് ബന്ധമുണ്ട്, പലർക്കും ബന്ധമുണ്ട് എന്ന് പ്രസംഗിച്ച് നടന്ന ബാലമുരളി ഇപ്പോൾ ശശീന്ദ്രൻ കേസിൽ എന്താ നിലപാട് ബാലമുരളിയുടെ? ആ നിലപാടും കൂടി പറയണമല്ലോ. അപ്പോഴല്ലേ ബാലമുരളിയുടെ മുഴുവൻ നിലപാടും ആവുള്ളൂ. ശശീന്ദ്രൻ കേസിൽ അവിടുത്തെ കോൺട്രാക്ടർക്ക്, അവിടുത്തെ CPMകാർക്ക്, അവിടുത്തെ യൂണിയൻകാർക്ക് ആർക്കാണെങ്കിലും പങ്കുണ്ട് എന്ന് ബാലമുരളി പറയുമോ? എത്ര തവണ എന്നെ കൊണ്ടുപോയി പ്രസംഗിച്ചിട്ടുണ്ട് ശശീന്ദ്രൻ കേസിൽ. ഞാൻ ബാലമുരളി വിളിച്ചു പോയി പ്രസംഗിച്ചിട്ടില്ലേ കൊല്ലംകോട് അടക്കമുള്ള പല സ്ഥലങ്ങളിൽ? ഈ ശശീന്ദ്രന്റെ വീട്ടിൽ ബാലമുരളിയുടെ കൂടെ ഞാൻ പോയിക്കണേ. ഇപ്പൊ ബാലമുരളിക്ക് ശശീന്ദ്രൻ കേസിലെ നിലപാട് എന്താ? മലബാർ സിമെന്റിൽ അത് കൊലപാതകമാണോ, ആത്മഹത്യയാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ പറയുമ്പം നമ്മുടെ നിലപാട് പറയണം. അല്ലാണ്ട് CR നീലകണ്ഠനെതിരെ ആക്രമണം നടത്തിയാൽ ബാലമുരളി രക്ഷപ്പെടും. ബാലമുരളി വലിയ ആളായതുകൊണ്ടല്ല അയാളുടെ പേര് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം അയാൾ പറയുമ്പോൾ അയാൾക്കെതിരെ പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാനാവില്ല. കാരണം എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് AK ബാലനെയും ഇവരെയൊക്കെ തെറി വിളിച്ച് സമരം നയിച്ചിട്ട് അയാൾ പാർട്ടി മാറുമ്പോൾ അയാളുടെ നിലപാടുകൾ മൊത്തം മാറുന്ന ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉണ്ടല്ലോ, അത് വേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, വാളയാർ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിനുണ്ടോ? മലബാർ സിമെന്റ് കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിനുണ്ടോ? അവിടെയും CBIയുടെ കുറ്റപത്രം 2-3 എണ്ണം തള്ളിപ്പോ.
ആത്മഹത്യ എന്നൊരു CBI കൊണ്ടുചെല്ലും, കുറ്റപത്രം കോടതി തള്ളും. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ കേരളത്തിലെ CBIയെ കുറിച്ച് ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെയാണ്, അത് കേരളത്തിലെ CBIക്ക് കേന്ദ്ര സർക്കാരിനല്ല സ്വാധീനം, കേരളത്തിലെ സർക്കാരിനാണ് സ്വാധീനം എന്ന് ഒരു സുഹൃത്ത് എടുത്തിടയ്ക്ക് പറഞ്ഞു. അദ്ദേഹം സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടിയാണ്. അതായത് കരഞ്ഞാണ് അദ്ദേഹം, കരച്ചിലോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇവിടെ രാജേഷ് ആയാലും വേറെ ആരാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം ആ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അമ്മയല്ല പീഡിപ്പിച്ചതെന്നും അമ്മയല്ല കൊന്നതെന്നും എല്ലാവർക്കും അറിയാം. പീഡനവും കൊല്ലയും 2 കുറ്റം അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അമ്മ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വെച്ചോ, കണ്ടുവെന്നുണ്ടെങ്കിൽ അമ്മ വെച്ചോ, അതൊക്കെ വെച്ചോ. അതിന്റെ കുറ്റപത്രത്തിന്റെ വിചാരണയും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ഇതിൽ കേസ് വഴിതിരിച്ചു വിടാൻ, എന്താ കൊലയാളികൾ ആരാണ്, പീഡിപ്പിച്ചവരാരാണ് എന്ന ചോദ്യത്തിൽ നിന്ന് തിരിച്ചുവിടാൻ ഇത്തരം സൈബർ ആക്രമണങ്ങളോ എനിക്കെതിരെയുള്ള ആക്രമണങ്ങളോ അമ്മയുടെ സദാചാര ചർച്ചയോ ഒന്നും ഫലപ്രദമാവില്ല. ഒരേ ഒരു ചോദ്യം, ആര് പീഡിപ്പിച്ചു, ആര് കൊന്നു? ഇതിന് ഉത്തരം കിട്ടിയേ പറ്റൂ.